ഹലോ ഗൈസ്, അപ്പോൾ IQ അവരുടെ Z10 ലൈറ്റ് എന്നൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,000 രൂപയാണ്. 428 വേരിയൻറ്റ് 500 രൂപ കാർഡ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഒരു 628 വേരിയൻ്റ് ഉണ്ട്, അതിൻ്റെ വില 11,000 രൂപയാണ്. വേറെ ഒരു വേരിയൻ്റ് ഉണ്ട്, അത് കൺസിഡർ ചെയ്തിരുന്നത് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 10 രൂപയ്ക്ക് എനിക്ക് ഒട്ടും വെർത്തായിട്ട് തോന്നുന്നില്ല. കാരണം ഈ റേഞ്ചിൽ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല പ്രോസസ്സറുള്ള കുറേ ഫോൺസ് ഉണ്ട്. ഈ ഫോണിൻ്റെ സീൻ എന്ന് വെച്ചാൽ HD ഡിസ്പ്ലേ വരുന്നത്. പ്രോസസ്സർ ഓക്കെ, Dimensity 6300 ആണ്. പിന്നെ ക്യാമറ സെൽഫിയിലെ റെസൊല്യൂഷനൊക്കെ വളരെ കുറവ്, 5 MB അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ IQ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്ന സംഭവമൊന്നുമില്ല. ഈ റേഞ്ചിൽ നമുക്ക് ബെറ്റർ ഫോൺസ് വരുന്ന മോട്ടോ G35 എന്നൊരു ഫോണുണ്ട്. അതിൽ ഫുൾ HD ഡിസ്പ്ലേ ഉണ്ട്, അത്യാവശ്യം നല്ല പ്രോസസ്സറുണ്ട്, ഇതിനേക്കാളും ബെറ്റർ സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ക്യാമറ റെസൊല്യൂഷനൊക്കെ ബെറ്ററാണ്. പിന്നെ പോക്കോ M6 Plus അതും അങ്ങനെ തന്നെ, അത്യാവശ്യം നമുക്ക് ഫുൾ HD ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല പ്രോസസ്സറും പിന്നെ ബെറ്റർ ക്യാമറ റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ അല്പം കൂടെ പ്രൈസ് കൂടുകയാണെങ്കിൽ അണ്ടർ 11,000 നമുക്ക് ഇൻഫിനിക്സ് നോട്ട് 50X എന്നൊരു ഫോണുണ്ട്. അതിൽ HD ഡിസ്പ്ലേ ആണെങ്കിലും പ്രോസസ്സർ നല്ല കിട്ടില്ല, Dimensity 7300. അപ്പോൾ ഈ ഫോൺ അവോയ്ഡ് ചെയ്യാം.